ഹായ് മക്കളെ, നിഹാൽ സാറാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കഥ പറയാണ്. ചിലപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ട കഥയായിരിക്കും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാം. രണ്ട് ആളുകളാണ് നമ്മളെ കഥയിലെ കഥാപാത്രം. ഒന്ന് ഉറുമ്പും ഒന്നൊരു പുൽച്ചാടിയും. ഈ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിത്യജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഉറുമ്പ. എല്ലാ ദിവസവും ഭക്ഷണങ്ങളൊക്കെ ശേഖരിച്ച് തൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കും. തൻ്റെ സുഹൃത്തുക്കളോടും തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. എപ്പോഴും തൻ്റെ ജീവിതത്തെയും താൻ ചെയ്യുന്ന ജോലിയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അങ്ങനെയൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഉറുമ്പ്. എന്നാൽ നമ്മുടെ പുൽച്ചാടി എന്ന് പറഞ്ഞാലും ഇവർ വളരെ അലസന. ഇവർ എപ്പോഴും ഒരു പുല്ലിൽ നിന്ന് മറ്റൊരു പുല്ലിലേക്ക് ചാടിക്കളിക്കുക, അല്ലെങ്കിൽ ഇരുന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക. അല്ലെ, നല്ല സമ്മർ സമയം ഇഷ്ടം പോലെ പുല്ലുകളൊക്കെ ഉണ്ട്. ആ പുല്ലൊക്കെ കഴിച്ച് മൂപ്പര് നല്ല ഓരോ പുല്ലിൻ്റെ മേലെ ഇങ്ങനെ കടന്നുറങ്ങും. മൂപ്പര് മെയിൻ പരിപാടി. ഒരു ദിവസം മൂപ്പര് ഇതേപോലെ ഭക്ഷണം നല്ല പുല്ലൊക്കെ കഴിച്ചിട്ട് നല്ല നീണ്ടു നിൽക്കുന്ന പുല്ല. അപ്പോൾ ഈ പുല്ല് കഴിച്ചിട്ട് പുല്ലിൻ്റെ മേലെ മൂപ്പര് ഇങ്ങനെ കടന്നുറങ്ങിയിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് അത് നോക്കുമ്പോൾ ഉറുമ്പുണ്ട് ഒരുപാട് ഭക്ഷണം ഇങ്ങനെ തൻ്റെ തലയിൽ തൻ്റെ ചുമടിന് അവന് താങ്ങുന്നതിന് അപ്പുറത്തേക്ക് വെയിറ്റും താങ്ങി മുപ്പര് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ചോദിക്കുകയാണ്, അല്ലടോ ഈ നട്ടുച്ചയ്ക്ക് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വല്ല ഭക്ഷണം കഴിച്ച് കടന്ന് ഉറങ്ങിയാൽ പോരെ, നീ ഇതെന്തോന്ന് കുറേ ദിവസമായി ഞാനിത് കാണുന്നു, കുറേ ഫുഡായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഉറുമ്പ് വരാൻ ഞാൻ അടുത്ത ശൈത്യകാലം വരാൻ വേണ്ടി പോവാം, തണുപ്പ് വരാൻ വേണ്ടി പോവാം. അപ്പോൾ എനിക്ക് ഭക്ഷണം തേടാൻ പോകാനൊന്നും കഴിയില്ല. അപ്പം ഞാൻ അതിന് വേണ്ടി ഇത് ശേഖരിച്ച് വെക്കുക എന്ന് പറയും. അപ്പോൾ നമ്മളെ പുൽച്ചാടി പറയാം, ശൈത്യം അതൊക്കെ അപ്പം നോക്കിയാൽ പോരെ, ഇപ്പോഴെന്തിനാണ് വെറുതെ അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ ടെൻഷനാവുന്നത്? നീ ഇപ്പോൾ നീ വല്ലതും കഴിച്ചിട്ട് ഒന്ന് പോയി റെസ്റ്റ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഉറും പറയും, ഇല്ല എനിക്കത് ചെയ്തേ പറ്റൂ. ആ പുൽച്ചാടി നീ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പുൽച്ചാടി പിന്നും ആ രീതിയിൽ പോയി. എന്നാൽ അധികം വൈകാതെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശൈത്യകാലം വന്നു. ശൈത്യകാലം വന്നപ്പോൾ പുൽച്ചാടി കഴിക്കാൻ ഒരു പുല്ല് പോലും ഇല്ല അവിടെ. കാരണം ആ പുല്ലിൻ്റെ മേലെ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുക. ഈ പുൽച്ചാടി ആകെ വിഷമത്തിലായി. കാരണം അവന് മൊത്തം മഞ്ഞില്ല. അവന് കഴിക്കാൻ പറ്റിയ ഒരൊറ്റ പച്ച സാധനം പോലും, എനിക്കൊരു ഒരു ഗ്രീൻ കളറിലൊരു സാധനം പോലും എവിടെയും കാണാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നു. സ്വാഭാവികം പുൽച്ചാടി ആരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും? ഉറുമ്പ് ഭക്ഷണം ശേഖരിച്ച് വച്ചിട്ടുണ്ടല്ലോ, എങ്കിൽ അവനോട് ചോദിച്ചു നോക്കാം, അവന് വല്ലതും തരുമായിരിക്കും. അങ്ങനെ അവസാനം ഗതികെട്ട് പുൽച്ചാടി എന്ത് ചെയ്യാണ്, നമ്മുടെ ഉറുമ്പിൻ്റെ വീട്ടിൽ പോവാണ്. ഉറുമ്പിൻ്റെ വാതിൽ മുട്ടിയ ഉറുമ്പിനോട് പറയാൻ, ഞാൻ ആകെ വിഷമത്തിലാണ്, എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല, എന്തെങ്കിലും ഒന്നും എനിക്ക് തരൂലെന്ന് ചോദിച്ചു. ആ ഉറുമ്പ് നല്ലൊരു സ്നേഹമുള്ള ഉറുമ്പായതുകൊണ്ട് ആ ഉറുമ്പ് എന്ത് ചെയ്തു, വീട്ടിലേക്ക് വിളിച്ച് അവന് വേണ്ട ഭക്ഷണം കൊടുത്തു. എന്താ നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? കുറെ കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അതിന് നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി കണ്ടിട്ടില്ലെങ്കിൽ, ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പലപ്പോഴും പണി പാളും എന്നതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഈ ഉറുമ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുൽച്ചാടിയുടെയും കഥ അല്ലേ? ഈ കഥ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിംഗിൾ ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ പ്ലാനിൻ്റെ ഭാഗമാകും. ഇവിടെ നിങ്ങൾ കണ്ട നിങ്ങൾ ഈ പുൽച്ചാടി തൻ്റെ ജീവിതത്തിനെ പറ്റി ഒരു പ്ലാനും ചെയ്തിട്ടില്ല. അവൻ അന്നെന്താണോ കിട്ടുന്നത്, അവിടുന്ന് എന്താണോ കഴിക്കാൻ, അതും കഴിച്ച് മൂപ്പര് അങ്ങനെ വളരെ അലസമായി ജീവിക്കുകയായിരുന്നു. പക്ഷേ ഉറുമ്പ് കൃത്യമായി പ്ലാൻ ചെയ്തു, ഇനിയൊരു സംഭവം ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്, അതിന് ഞാൻ ഇപ്പോഴേ കരുതിയിരിക്കണം. ഉറുമ്പ് കരുതിയിരുന്നു, അവന് വേണ്ട കാര്യങ്ങൾ ഉറുമ്പ് ശേഖരിച്ചു. അവസാനം ഉറുമ്പ് തയ്യാറാക്കിയ പ്ലാനിലേക്ക് ആര് വരികയാണ് ചെയ്തത്? നമ്മുടെ പുൽച്ചാടി വരിക ചെയ്ത്. ആ ഉറുമ്പ് സന്മനസ്സുള്ള ഉറുമ്പായതുകൊണ്ട് മാത്രം ഡോറ് തുറന്നു കൊടുത്തു, അവന് വേണ്ട ഭക്ഷണം നൽകി. ആ ഉറുമ്പ് പറയാം, ഇല്ലല്ല, ഇത് എനിക്കും എൻ്റെ ഫാമിലിക്കും മാത്രം കഴിക്കാനുള്ള ഭക്ഷണമുള്ളൂ, നീ ചെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആ പുൽച്ചാടി എന്ത് സംഭവിക്കും? പട്ടിണി കടന്ന് മരിക്കുക എന്നല്ലാതെ ആ പുൽച്ചാടിക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതവൻ്റെ വിധിയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ SLC വിദ്യാർത്ഥികളുടെ ലൈഫിൽ സംഭവിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരവും ഈ നമ്മുടെ പുൽച്ചാടി ചെയ്ത മണ്ടത്തരം. നമ്മൾ പല കാര്യത്തെയും അങ്ങ് ലൈറ്റായിട്ട് മാറ്റിവെക്കും, എസ്പെഷ്യലി 10ാം ക്ലാസ്സിൽ അല്ലെ? പരീക്ഷ വരാൻ വേണ്ടി പോകും. നമ്മളെന്താ ചെയ്യുക? പരീക്ഷ വരുമ്പോൾ നോക്കണോ, ഇപ്പം ഇത് ചെയ്താൽ പോരെ? പരീക്ഷ വരുമ്പോൾ ചെയ്താൽ പോരാ. ഇപ്പം നിങ്ങളെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഓണപ്പരീക്ഷ വരാൻ വേണ്ടി പോകുന്ന സെപ്റ്റംബർ 2 അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം വരെ ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഓരോ സമയത്തും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉറുമ്പിനെ പോലെ ബുദ്ധിശാലിയായിട്ട് ഓരോ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലൊരു സംശയമില്ല. ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ വരാനിരിക്കുന്ന ഓരോ എക്സാമിനെയും വളരെ ലൈറ്റായിട്ട്, വളരെ സന്തോഷത്തോടുകൂടി, ഹാപ്പി ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നിലേക്ക് കിട്ടിയേ മതിയാകൂ.
ഇവിടെ ഈ സംഭവിച്ച പുൽച്ചാടിക്ക് സംഭവിച്ച തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായി നമുക്ക് വരാൻ വേണ്ടി പോകുന്ന, അതായത് വരുന്ന 9 ചൊവ്വാഴ്ച, അതായത് നാളെ വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കൃത്യം 7:30 നിങ്ങൾ നിർബന്ധമായും അവിടെ എത്തിയിരിക്കണം. ഈ വരാൻ പോകുന്ന ഓണപ്പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളെ നമ്മൾ എങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പരീക്ഷയെ നേരിടാമെന്നാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അജാസ് സാറ് കൃത്യമായി അവിടെ ഉണ്ടായിരിക്കും, ഞാനുണ്ടായിരിക്കും, നിഹാൽ സാർ ഉണ്ടായിരിക്കും, എല്ലാ ആളുകളും ഉണ്ടായിരിക്കും. കൃത്യമായി നമുക്ക് ആ ഒരു ദിവസത്തെ വരാനിരിക്കുന്ന എക്സാമുകളെ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, ആ രീതിയിൽ മുൻകൂട്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായി നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും നിങ്ങൾ നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ ഇതിൻ്റെ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു ലൈക്ക് തരിക, നോട്ടിഫൈ മീ ഓൺ ചെയ്ത് വെക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അലസമായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്ത് നാളത്തേക്ക് വെക്കാം അല്ലെങ്കിൽ അത് പിന്നെ ആക്കാമെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവാൻ വേണ്ടി പോകുന്നത് വലിയൊരു വർഷത്തെ പ്രതീക്ഷകളാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ തൊട്ട സീനിയേഴ്സ് ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ പലരും അഡ്മിഷൻ സീറ്റ് കിട്ടാതെ ഓടി നടക്കുന്ന സമയമാണ്. ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ കൃത്യമായി ഇപ്പോഴേ പ്ലാനിങ്ങോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച നാളെ കാണാം. അപ്പോൾ കൃത്യമായി എല്ലാ ആളുകളും നാളെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്, നാളെ കാണാം.